ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 5 മാസം ഉണ്ടായിരുന്നല്ലോ, പോയില്ലല്ലോ കോറിയുടമ. കോടതിയിൽ പോയി ഉത്തരവ് കൊണ്ടുവന്നാലും ഈ ലൈസൻസ് കിട്ടില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ട് UDFന്റെ ഭരണസമിതി അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് 17-ാം തീയതി കോടതിയിൽ പോവുകയാണ്. 19-ാം തീയതി പഞ്ചായത്തിലേക്ക് കോടതിയിൽ നിന്ന് നോട്ടീസ് കിട്ടി. നിങ്ങളുടെ അഭിപ്രായം എന്ത്? പറയണ്ടേ? അന്ന് സെക്രട്ടറി ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. മുൻ ഭരണസമിതി തള്ളിക്കളഞ്ഞതാണ്, അവിടെ കൊടുക്കണ്ടെന്ന് പറഞ്ഞതാണെന്ന് കത്ത് കൊടുത്തു. പക്ഷേ കത്ത് കൊടുക്കാൻ ആവശ്യമായ തീരുമാനമെടുത്തു. പിന്നീട് അതിനൊരു ഫോളോ അപ്പ് വർക്ക് നടത്തിയില്ല. സ്വാഭാവികമായും ഒരു കത്ത് മാത്രം കൊടുത്താൽ പോരല്ലോ. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കോടതിയിൽ സ്ട്രോങ്ങായി വാദിക്കാൻ ആവശ്യമായ സമീപനം എടുക്കണം. അവര് പറയാ ഞങ്ങളുടെ ഭരണസമിതി അപ്പൊ സത്യപ്രതിജ്ഞ ചെയ്തില്ലല്ലോ എന്നാ പറയാ. 21-ാം തീയതി മെമ്പർമാർ സത്യപ്രതിജ്ഞ ചെയ്തു. നിങ്ങൾ വോട്ടെണ്ണിയ പിറ്റേ ദിവസം മുതൽ ഇന്നത്തെ പ്രസിഡന്റും ഇവിടെയുള്ള മെമ്പർമാരും എല്ലാം തന്നെ ഈ പഞ്ചായത്തിന്റെ തിണ്ണ് നിറഞ്ഞായിരുന്നില്ലേ? നിങ്ങൾ പ്രസിഡന്റാകും വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷമാണോ എന്തെല്ലാം കാര്യം ആലോചിച്ചു ഇവിടെ വന്നിട്ട്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അപകീർത്തിപ്പെടുത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചില്ലേ? ഞങ്ങൾ 3-4 മാസക്കാലം ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നത്, ഞങ്ങൾ ഈ കാര്യങ്ങൾ പരസ്യമായി പറയാതിരുന്നത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. ആ രീതിയിൽ അഫിഡവിറ്റ് കൊടുത്തില്ല. കോടതി അവർക്ക് ഡീംഡ് ലൈസൻസ് കൊടുത്തു. 26-നോ 27-നോ ആ ഡീം ലൈസൻസ് കൊടുക്കുന്നതിന്റെ ഉത്തരവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ ഡീം ലൈസൻസ് കൊടുക്കാൻ ആവശ്യമായ തീരുമാനമെടുത്ത് കോടതി ഉത്തരവല്ല കൊടുത്തത്. ഇവർക്ക് അനുവദിക്കാവുന്നതാണ്, അനുവദിച്ചു കൊടുക്കേണ്ടതാണ്. അനുവദിച്ചു കൊടുക്കാൻ ആവശ്യമായ തീരുമാനം ആരാ എടുക്കേണ്ടത്? പഞ്ചായത്ത് ഭരണസമിതിയാണ് എടുക്കേണ്ടത്. പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണമെങ്കിൽ നിഷേധിക്കാം. അവർ പറഞ്ഞു ഈ കാര്യങ്ങളിൽ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ 1 മാസത്തെ സമയം അനുവദിച്ചു. 1 മാസം എന്ന് പറയുന്നത് ഡിസംബർ 25 മുതൽ ജനുവരി 25 വരെ. അന്ന് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, മെമ്പർമാരുണ്ടായിരുന്നല്ലോ. ഇപ്പോ ഈ സമരസമിതിയോടൊപ്പം നടക്കുന്ന ചില ആളുകളെല്ലാം ഉണ്ടായിരുന്നല്ലോ അല്ലേ? അന്ന് എന്തേ നിങ്ങൾ ഈ കാര്യങ്ങളിൽ ഇടപെടാതിരുന്നു? 1 മാസം നിങ്ങൾ ഈ സാധനം തീരുമാനിക്കാൻ ആവശ്യമായ തീരുമാനമെടുത്തു. കോടതിയിൽ അപ്പീൽ പോകാനുള്ള തീരുമാനമെടുത്തില്ല. അവസാനം ലൈസൻസ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ബോർഡ് വിളിക്കുകയാണ്. ബോർഡ് വിളിച്ചപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 5 ആളുകൾ, സഖാവ് നാസറും അതുപോലെ തന്നെ നമ്മുടെ രതീഷും അതുപോലെ തന്നെ നമ്മുടെ രാഹുലും രാജേഷും അതുപോലെ തന്നെയുള്ള വിദ്യ 5 മെമ്പർമാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. ആ 5 മെമ്പർമാർ പറഞ്ഞു ഒരു കാരണവശാലും ലൈസൻസ് കൊടുക്കാൻ വേണ്ടി പാടില്ല. ഇത് കഴിഞ്ഞ ഭരണസമിതി 25-7 തള്ളിക്കളഞ്ഞതാണ്, അതുകൊണ്ട് കൊടുക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കാനുള്ള അവസരം ഇതിനും നിഷേധിച്ചിരിക്കുന്നു. എങ്കിൽ പോലും കോടതിയിൽ എതിരായിട്ടുള്ള കേസ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്ത് പിരിയാൻ, കേസ് കൊടുക്കാനാണ് അന്നത്തെ ഭരണസമിതി തീരുമാനിച്ചത്. ലൈസൻസ് കൊടുക്കാൻ തീരുമാനിച്ചില്ല. ലൈസൻസ് കൊടുക്കാൻ ആ ഭരണസമിതി തീരുമാനിക്കുമെങ്കിൽ ഞങ്ങളുടെ മെമ്പർമാർ അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുമായിരുന്നു, ബഹളമുണ്ടാക്കുമായിരുന്നു. അത് മനസ്സിലാക്കി 25-ാം തീയതി കേസ് കൊടുക്കാൻ വേണ്ടി പിരിയാണ്. കേസ് കൊടുക്കാമെന്ന് തീരുമാനിച്ച് പിരിയുന്നു. 26-ാം തീയതി സെക്രട്ടറി 5 വർഷക്കാലത്തിന് ഉത്തരവ് കൊടുക്കണം. ആരാ അവിടെ ഭരിക്കും? സെക്രട്ടറി ആണോ പ്രസിഡന്റ് ആണോ? പഞ്ചായത്ത് പ്രസിഡന്റ് തീരുമാനിക്കുന്ന, പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആളാണ് സെക്രട്ടറി. ഇംപ്ലിമെന്റ് ചെയ്യാനാണ് സെക്രട്ടറി. അല്ലാതെ സെക്രട്ടറിക്ക് തീരുമാനിക്കാൻ അധികാരമില്ല. ലൈസൻസിംഗ് അടിയിലുള്ള ലൈസൻസിംഗ് അതോറിറ്റി സെക്രട്ടറി തന്നെ. ആ ലൈസൻസിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമാണ് നടക്കാൻ വേണ്ടത്. 25-ന് കേസ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു മാറ്റിവെച്ചിട്ടുള്ള തീരുമാനം 26-ന് ലൈസൻസ് കൊടുക്കാൻ സെക്രട്ടറിയെ പ്രേരിപ്പിച്ച ചേതോ വികാരം എന്ത്? ഭരണസമിതി അറിയില്ലെന്നാണോ? പ്രസിഡന്റ് അറിയില്ലെന്നാണോ? ഇതിലുള്ള പ്രമുഖർ അറിയില്ലെന്നാണോ? അവരെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യമാണ്. ഇപ്പൊ പുറത്തു വരുന്ന വിവരം എന്താ? ഈ ലൈസൻസ് കൊടുക്കാൻ വളരെ ഉത്തരവാദിത്തമുള്ള ആളുകൾ കൃഷ്ണദാസിനോട് 5 ലക്ഷം ചോദിച്ചു. 5 ലക്ഷം ചോദിച്ചു. കൃഷ്ണദാസ് 4 ലക്ഷം കൊടുത്തിരിക്കുന്നു. ആ 4 ലക്ഷം കൊടുത്തതിന്റെ തൊട്ടു പിന്നാണ് ഈ ലൈസൻസ് ഒപ്പിട്ട് കൊടുക്കുന്നത്. ആ 4 ലക്ഷം ആരാണ് മേടിച്ചത്? ഇപ്പൊ സെക്രട്ടറിയാണെന്നാണ് നമ്മൾ പറയുന്നത്. സെക്രട്ടറിക്ക് മാത്രമായിട്ട് അതിന് ധൈര്യം ഉണ്ടാകുമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 5 വർഷക്കാലം ഭരിച്ചിട്ടുണ്ട്. ഒരു തീരുമാനവും സെക്രട്ടറി എടുത്തിട്ടില്ലല്ലോ. പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് ഇവിടെ സെക്രട്ടറി. ആ സെക്രട്ടറി മേടിച്ചു എന്ന് പറയുന്ന 5 വർഷക്കാലത്തിന് ആ ലൈസൻസ് കൊടുക്കുന്നത് ആലോചിച്ച് നോക്കും.
5 വർഷക്കാലം ഈ പുതുക്കോട് പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഒരു ലൈസൻസും 5 വർഷക്കാലത്തിന് കൊടുത്തിട്ടില്ല. 1 വർഷക്കാലത്തിനേ കൊടുക്കാറുള്ളൂ. ആ 1 വർഷക്കാലത്തിനകത്ത് വല്ല പ്രതിസന്ധിയും ഉണ്ടായാൽ അത് നിഷേധിക്കാൻ ആവശ്യമായ അധികാരമുണ്ട്. എല്ലാ വർഷവും പുതുക്കാൻ ആവശ്യമായ സമീപനമുണ്ട്. 5 വർഷക്കാലത്തിന് ഒറ്റയടിക്ക് ലൈസൻസ് കൊടുക്കുന്നു. എന്താ പറഞ്ഞത്? അവർ ലൈസൻസിന് ഫീസ് 5 വർഷത്തിന് കെട്ടി. എല്ലാവരും അങ്ങനെ കെട്ടാറുണ്ട്. കെട്ടിയാലും 5 വർഷത്തിന് കൊടുക്കണം. 5 വർഷത്തിന് ഒന്നിച്ചാ ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഭരണസമിതിക്ക് ബാധ്യതയില്ലേ? ഭരണസമിതി കാര്യത്തിൽ നിഷേധിക്കാൻ വേണ്ടി കഴിയുമോ? ഭരണസമിതിക്ക് യാതൊരു ഉത്തരവാദിത്തമില്ലേ? പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവിടെയുള്ള ആളുകൾ വരുന്നു, സംയുക്ത സമരസമിതി ഉണ്ടാകുന്നു, പ്രക്ഷോഭം നടക്കുന്നു. ഭരണസമിതി കൂടിയാൽ ഈ അജണ്ട വെച്ച് ചർച്ച ചെയ്യാൻ, അജണ്ട വെച്ച് ചർച്ച ചെയ്ത് തീരുമാനമാകുന്നു. തീരുമാനം കേസ് നടത്താൻ തീരുമാനിക്കുന്നു. കോടതിയിൽ പോകണമെന്ന് തീരുമാനിച്ചു. പക്ഷേ കോടതിയിൽ പോകുന്നില്ല. 2 മാസക്കാലമായില്ലേ? എന്തേ കോടതിയിൽ നിങ്ങൾ പോകാത്ത? എന്തേ കോടതിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ഇടപെടാത്ത? നിങ്ങൾ ഒരു ഒത്തുകളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെക്രട്ടറിയെ മുന്നിൽ നിർത്തി ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒത്തുകളിയാണിത്. ഭരണസമിതിയുടെ അറിവോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ പ്രധാന ഉത്തരവാദിത്വം ഭരണസമിതിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ഇപ്പൊ തോറ്റിട്ടുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നു. നല്ല തോൽവിയാണ് ഞങ്ങൾക്കുണ്ടായിരിക്കുന്നത്. ആ തോൽവി അംഗീകരിക്കുന്നവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ തോൽവി എന്ന് പറയുന്നത് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണെന്നുള്ള ഭരണസമിതി തീരുമാനിക്കാൻ വേണ്ടി പാടില്ല. എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണെന്നുള്ള കരുതിയിരിക്കാനും വേണ്ടി പാടില്ല. എന്തും ചെയ്യാനുള്ള സമീപനം ഉണ്ടായാൽ അതിനെ എല്ലാം തന്നെ പിടിച്ചുകെട്ടാനുള്ള ശക്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. നിങ്ങൾ താൽക്കാലികമായി ഇവിടെ ജയിച്ച് അധികാരത്തിൽ വന്നിട്ടുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നു. അംഗീകരിക്കുന്നവരാണല്ലോ ഞങ്ങളുടെ ജനാധിപത്യത്തിൽ തോൽവിയും ജയമൊക്കെ ഉണ്ടാകും. ആ തോൽവി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തി ഒരു തെല്ല് പോലും ചോർന്നു പോയിട്ടില്ല. വാർഡുകളിൽ താൽക്കാലികമായി ഉണ്ടായ ചില പ്രതിഭാസത്തിന്റെ ഭാഗമായി നിങ്ങൾ താൽക്കാലികമായി ജയിച്ചിട്ടുണ്ട്. അത് എന്തും കൊടുക്കാനുള്ള, എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആയി കാണാൻ വേണ്ടി കഴിയില്ല. ആ രീതിയിൽ 5 വർഷത്തിന് ലൈസൻസ് കൊടുത്തു എന്ന് മാത്രമല്ല, ഇന്നേ വരെ കോടതിയിൽ പോയിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ കോറി നടത്തിക്കാൻ ആവശ്യമായ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നതായി പഞ്ചായത്ത് ഭരണസമിതിയാണെന്നാണ് ഞങ്ങൾ നിങ്ങളെ ആരോപിക്കുന്നത്.